ഉത്തരാഖണ്ഡിലെ ഹിമാലയ സാനുക്കളിലുള്ള ക്രൗഞ്ച പർവ്വതത്തിലെ കാർത്തികേയ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. 415 കിലോമീറ്റർ ബൈക്ക് യാത്രയ്ക്ക് ശേഷമാണ് ഞാനും അപ്പുവും കനക് ചൗരിയിൽ എത്തിയിരിക്കുന്നത്. ബൈക്ക് യാത്രയുടെ വീഡിയോ കണ്ടു കാണുമെന്ന് കരുതുന്നു. ഒരു സുഹൃത്തു മുഖാന്തിരമാണ് ഇവിടെ ഹോം സ്റ്റേ തരപ്പെടുത്തിയത്. അധികം ആൾക്കാർക്കൊന്നും ഈ ക്ഷേത്രത്തെപ്പറ്റി അറിവില്ല. കനക് ചൗരി രുദ്രപ്രയാഗിൽ നിന്ന് 40 കിലോമീറ്റർ ദൂരെ പോഖ്രി റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഹിമാലയൻ ഗ്രാമമാണ്. സമുദ്രനിരപ്പിൽ നിന്നും 2800 മീറ്റർ ഉയരത്തിലാണ് ഈ ഗ്രാമമുള്ളത്. വളരെ കുറച്ച് ജനസംഖ്യ മാത്രമേ ഇവിടെയുള്ളൂ. കൃഷി, കാലിവളർത്തൽ, ടൂറിസം ഇതാണ് ഇവിടുത്തെ പ്രധാന വരുമാന മാർഗം. അടുത്ത കാലത്തായി ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ കുറച്ച് വർധനവുണ്ടായിട്ടുണ്ട്. വൈകുന്നേരം 5:30 ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇവിടെ നിന്നും 250 മീറ്റർ ഉയരത്തിലേക്ക് 3.5 കിലോമീറ്റർ കയറി വേണം ക്ഷേത്രത്തിലെത്താൻ. തണുപ്പുകാലമാണ്. പെട്ടെന്ന് തന്നെ ഇരുട്ടാകുമെന്നതിനാൽ ക്ഷേത്ര ദർശനം നാളെ കാലത്തേക്ക് മാറ്റിവെച്ചു. വല്ലഭ് സിംഗ് നെഗി എന്ന ആളുടെ മൗണ്ടൻ ഹോം സ്റ്റേയിലാണ് ഇന്നത്തെ താമസം. നെഗിയും ഭാര്യയുമാണ് ഹോം സ്റ്റേയുടെ നടത്തിപ്പുകാർ. ഒരു ദിവസത്തേക്ക് 1000 രൂപയാണ് റൂം റെന്റ്. അത്യാവശ്യം സൗകര്യങ്ങൾ മാത്രമേ റൂമിലുള്ളൂ. വെള്ളം ചൂടാക്കാനായി ഗീസറുണ്ട് ബാത്റൂമിൽ. ഹിമാലയത്തിന്റെ മനോഹരമായ കാഴ്ച ഇവിടെ ബാൽക്കണിയിൽ നിന്നും കാണാം. ഇദ്ദേഹമാണ് നെഗി. ഉത്തരാഖണ്ഡുകാരൻ, ഗഡ്വാളി തന്നെയാണ്. താമസം, ഭക്ഷണം, ട്രക്കിംഗ് ഗൈഡ് സർവീസ് എല്ലാം അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് നെഗിജിയുടെ ഭാര്യ. ഇവരാണ് ഭക്ഷണകാര്യങ്ങൾ നോക്കുന്നത്. ഇതാണ് അവരുടെ ചെറിയ കിച്ചൺ. ഗഡ്വാൾ പഹാഡി രീതിയിലുള്ള നാടൻ ഭക്ഷണം ഇവിടെ കഴിക്കാനാകും. ഇതാണ് രാത്രി കാഴ്ച. നല്ല തണുപ്പുണ്ട്, കുറേശ്ശെ മഞ്ഞുമുണ്ട്. 4 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. ചോറും പലതരം പരിപ്പുകൾ വേവിച്ചുണ്ടാക്കിയ ഒരു കൂട്ടാനും പിന്നെ കാബേജ് തോരനുമാണ് വിഭവങ്ങൾ. നല്ല ചൂടുള്ള ചോറും ദാലും. ഇങ്ങനെയുണ്ട്. സമയം ഇപ്പോൾ 6:30. നമ്മൾ 6:10 മല കയറി തുടങ്ങിയതാണ്. ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചുവന്ന നിറമായിട്ട് വരുന്നുണ്ട്. ഹര ഹരോ ഹര. ഗണപതിയും മുരുകനും തമ്മിൽ ഒരു മത്സരമുണ്ടായി. ആദ്യം പ്രപഞ്ചം ചുറ്റിവരുന്ന ആൾക്ക് ആദ്യ പൂജയ്ക്കുള്ള അധികാരം നൽകുമെന്ന പരമശിവന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് മുരുകൻ മയിൽ വാഹനത്തിൽ ലോകസഞ്ചാരത്തിന് പോയി. പക്ഷേ ഗണപതി തന്റെ മാതാപിതാക്കളായ പാർവതീദേവിയെയും പരമശിവനെയും പ്രപഞ്ചമായി കണക്കാക്കി അവരെ വലം വെച്ചു. സന്തുഷ്ടനായ പരമശിവൻ ആദ്യ പൂജയ്ക്കുള്ള അർഹത ഗണപതിക്കു നൽകി. അന്നു മുതലാണത്രേ ഗണപതി പൂജയ്ക്ക് ശേഷം മാത്രം മറ്റു ദേവതകളെ പൂജിക്കുന്ന രീതി നിലവിൽ വന്നത്. പക്ഷേ ലോകം കറങ്ങി വന്ന മുരുകൻ ഇതറിഞ്ഞ് കോപാകുലനായി. തന്റെ ശരീരം വെടിഞ്ഞ് അസ്ഥികൾ പിതാവിന് നൽകി സമാധിയായി.
ആ മുരുകനാണ് ഈ കനച്ചൗരി എന്ന ഗ്രാമത്തിന്റെ കുലദേവതയായ കാർത്തിക് സ്വാമി. അദ്ദേഹത്തിന്റെ അസ്ഥികൾ ഈ ക്ഷേത്രത്തിലുണ്ടെന്നാണ് വിശ്വാസം. ജയ് കാർത്തികേയ. ഇനി ഈ സ്റ്റെപ്പുകൾ കയറി വേണം മുകളിലേക്ക് പോവാൻ. ഹരോ ഹര. ചന്ദ്രനെയും കാണാനുണ്ട്. ഇവിടെ ആൾക്കാർ വളകളും ഇതൊക്കെ മരത്തിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഈ കുത്തനെയുള്ളൊരു കയറ്റാണ്. ഇവിടെ 2 സ്റ്റെപ്പുകളുണ്ട്. ഒന്ന് കുത്തനെയും ഒന്ന് ഇപ്പുറത്തെ സൈഡിൽ കൂടെ. ചുറ്റുള്ള ഹിമാലയൊക്കെ കണ്ടു തുടങ്ങി. ഇനിയും കുത്തനെ കയറ്റാണ്. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഒന്ന് ഇരുന്നിട്ട് പോവാ. ഇനി കുറച്ച് നിരപ്പുള്ള വഴി കാണാനുണ്ട്. ഇവിടെയും ആൾക്കാരിങ്ങനെ കല്ല് അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. പൂർവജന്മാരുടെ ഓർമ്മയ്ക്കായി ചെയ്യുന്നതാണെന്നാണ് സങ്കല്പം. ഇവിടെയുണ്ട് വന്ദേമി ഓഖലി. സൂര്യൻ ഉദിക്കാറായിട്ടുണ്ട്. ശിവപ്രതിഷ്ഠയാണിത്. പാർവതിയുടെ പ്രതിഷ്ഠയാണ്. സൂര്യൻ ഉദിക്കുന്നു.
അത് ആകാശത്തല്ല കാണുന്നത്, അത് ഹിമാലയത്തിൻ്റെ വിടവിക്കോട് പൊങ്ങി വരുന്ന രീതിയിലാണ് കാണുന്നത്. ഇവിടെ മുകളിലേക്ക് കയറാനുള്ള ചവിട്ടുപടികളുടെ ബേസിലേക്ക് നമ്മൾ എത്താറായി. ഇനി ഇവിടുന്ന് ഈ പടികളൊക്കെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ എന്താ ദർശനമായി. ഇവിടെ ചില പക്ഷികളൊക്കെ ഉണ്ട്. നമ്മളെ കണ്ട് പേടിച്ച് ഒളിക്കാനുള്ള ഭാവമാണ്. ഹിമാലയത്തിലെ ക്രൗഞ്ച പർവ്വതത്തിന്റെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച് മുകളിൽ കല്ലുകൾ പാകിയ മേൽക്കൂരയാണ് ക്ഷേത്രത്തിന്. കാർത്തിക് സ്വാമിയുടെ എല്ലുകൾ തന്നെയാണ് പൂജിക്കപ്പെടുന്നത് എന്നാണ് സങ്കല്പം. കാർത്തിക് പൂർണിമയ്ക്ക് വലിയ ആഘോഷമാണ് ഈ ക്ഷേത്രത്തിൽ. എല്ലാ ഗ്രാമവാസികളും ആ സമയത്ത് ക്ഷേത്രോത്സവത്തിൽ പങ്കെടുക്കുന്നു. വാദ്യഘോഷങ്ങളും അന്നദാനവുമൊക്കെയുള്ള ആഘോഷമാണ് കാർത്തിക് പൂർണിമ. കാർത്തിക് പൂർണിമയ്ക്ക് ഇവിടെ മണി കെട്ടിയാൽ ആഗ്രഹപൂർത്തീകരണം ഉണ്ടാവുമെന്ന് ഗ്രാമവാസികൾ വിശ്വസിക്കുന്നു. അതിനാൽ ധാരാളം മണികൾ ഇവിടെ അമ്പലത്തിനു ചുറ്റുമായുണ്ട്. ഏകദേശം 200 കൊല്ലങ്ങളുടെ പഴക്കമാണ് ഈ കാണുന്ന ക്ഷേത്രത്തിനുള്ളത്. ആരാണ് ഈ ക്ഷേത്രം പണിതത് എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിലും ഗഡ്വാൾ രാജവംശത്തിലെ ഏതെങ്കിലും രാജാവായിരിക്കും എന്നാണ് അനുമാനം. ദക്ഷിണേന്ത്യയിൽ മുരുകൻ, സുബ്രഹ്മണ്യൻ, സ്കന്ദൻ എന്നെല്ലാം അറിയപ്പെടുന്ന കാർത്തിക് സ്വാമിക്ക് ഉത്തരേന്ത്യയിൽ അധികം ക്ഷേത്രങ്ങളില്ല. ഉത്തരാഖണ്ഡിൽ ഈ ഒരു ക്ഷേത്രം മാത്രമാണുള്ളത്. പറഞ്ഞറിയിക്കാനാകാത്ത അനുഭൂതിയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ചൗഗമ്പ കൊടുമുടി, കേദാർനാഥ് കൊടുമുടി, അങ്ങനെ പല ഹിമാലയൻ ഗിരിശൃംഗങ്ങളും ഇവിടെ നിന്നും കാണാം. 360 ഡിഗ്രി കാഴ്ചയാണ് ഈ ക്ഷേത്രാങ്കണത്തിൽ നിന്ന് ലഭ്യമാകുന്നത്. ലോക സമാധാനത്തിനായി ഞങ്ങളും പ്രാർത്ഥിച്ചു. ഹിമാലയത്തിലെ മഞ്ഞു നിറഞ്ഞ കൊടുമുടികളുടെ വശ്യ സൗന്ദര്യം മോഹിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാവാം പലരും സന്യാസത്തിനായി ഇവിടം തിരഞ്ഞെടുത്തത്. ഈ കാണുന്നതാണ് ചൗഗമ്പ കൊടുമുടി. ഗംഗോത്രി ഗ്ലേഷ്യറിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ചൗഗമ്പ. 7138 മീറ്ററാണ് ഉയരം.
ഗംഗയുടെ ഉദ്ഭവസ്ഥാനമായ ഗോമുഖ് ആ മലനിരകളിലാണ്. 4 കൊടുമുടികളാണ് ചൗഗംബയിലുള്ളത്. ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ കുത്തനെയുള്ള കയറ്റങ്ങളുമുണ്ട്, ഒപ്പം നല്ല തണുപ്പും. അതിനാൽ ശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. അതിനൊപ്പം ശരീരത്തിലെ ഗ്ലൂക്കോസ് ലെവൽ കുറഞ്ഞ് തലക്കറക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ കുറച്ച് മിഠായിയോ ചോക്ലേറ്റോ കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഭക്തർ കൊണ്ടുവരുന്ന നാളികേരം ഇവിടെയാണ് ഉടച്ച് കത്തിക്കുന്നത്. ഭക്തർ സ്വയം തന്നെയാണ് എല്ലാ പൂജകളും ചെയ്യുന്നത്. വഴിപാടുകൾ ഒന്നും തന്നെയില്ല. ഭക്തർ അർപ്പിക്കുന്ന കാണിക്കയാണ് വരുമാനം. ഇത് ക്ഷേത്രത്തിന്റെ പുറകുവശമാണ്. ഇങ്ങനെ കാലുകൾ നാട്ടി പ്ലാറ്റ്ഫോമുകൾ നിർമ്മിച്ചുള്ള വികസനം പിന്നീടെപ്പോഴോ ഉണ്ടായിട്ടുള്ളതാണ്. താഴ്വാരം നന്നായി കാണാനുണ്ടെങ്കിലും കേദാർനാഥ് മലനിരകൾ ഇപ്പോൾ വ്യക്തമല്ല. മഴക്കാലത്ത് ചുറ്റുമുള്ള കൊടുമുടികൾ വ്യക്തമായി കാണാനാകും. ഒപ്പം മേഘങ്ങൾക്ക് മുകളിൽ നിൽക്കുന്ന അനുഭവവും. ഒക്ടോബർ മുതൽ ജൂൺ വരെയാണ് ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് കാർത്തിക് പൂർണിമ ആഘോഷം ഉണ്ടാകാറുള്ളത്. മല കയറുമ്പോൾ ഇരുട്ടായിരുന്നതിനാൽ വഴികൾ ഷൂട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഇനി തിരിച്ചുള്ള യാത്രയിൽ അതെല്ലാം വ്യക്തമായി കാണാം. ദർശനം കഴിഞ്ഞു നമ്മളിനി തിരിച്ചിറങ്ങാണ്. സൂര്യനെ കുതിച്ചു കഴിഞ്ഞ കാരണം വളരെ വ്യക്തമായി എല്ലാ കാഴ്ചകളും കാണാനുണ്ട്. താഴത്തെ താഴ്വാരവും അങ്ങകലെ ഗ്രാമം കാണുന്നുണ്ട്. അതിലൂടെയാണ് നമ്മളിങ്ങനെ കയറി വന്നത്. ബൈക്കിൽ റോഡാണത്. നേരത്തെ നമ്മൾ ആ മഞ്ഞ് മൂടിയ മലനിര കണ്ടു. ചൗഗംബ ഹിൽസ് എന്ന് പറയും അതിന്. ഹിമാലയത്തിൻ്റെ ഈ വശത്തും ഉണ്ട്. ഇതാ അവിടെ കാണുന്നുണ്ട് ഇങ്ങനെ അക്കല്ലേ. പക്ഷെ കുറച്ചൊരു മൂടൽമഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് അവിടെ ഒന്നും കാണുന്നില്ല. ഈ വശത്തും അതുപോലെ എല്ലാം ഇത് തന്നെയാണ്, മലനിരകൾ തന്നെയാണിത്. അവിടെയും മഞ്ഞ് മൂടിയിട്ടൊക്കെ ഉള്ളതാണ്. പക്ഷെ സൂര്യപ്രകാശം കാരണം ഒന്നും വ്യക്തമായിട്ട് കാണുന്നില്ല. സോളാർ ലൈറ്റുകളൊക്കെ ഇവിടെയും എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. കൂടാതെ ഇലക്ട്രിസിറ്റി സപ്ലൈ താഴത്തുനിന്നുണ്ട്. അപ്പോൾ നമ്മളോട് താഴത്ത് താമസിക്കുന്നുണ്ടായിരുന്ന ഹോട്ടലിലെ ആൾ പറഞ്ഞത് വഴിയൊന്നും തെറ്റാനില്ല, ആ ഇലക്ട്രിക് പോസ്റ്റുകൾ നോക്കി ഇങ്ങ് പോന്നാൽ മതി, എത്തും എന്നുള്ളതാണ്. ഇവിടെ കല്ലുകളൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഇതിവിടെ എല്ലാവരുടെയും ഒരു സങ്കല്പമാണ്. ഞങ്ങളും അതുപോലെ ഒരു കല്ലെടുത്ത് വെക്കട്ടെ. നമ്മുടെ മറിഞ്ഞുപോയ കാരണവന്മാർക്ക് വേണ്ടി ഓർമ്മിക്കാൻ അത്രയെങ്കിലും ചെയ്യാന്നുള്ളത് ഒരു നല്ല കാര്യം എന്ന് വിചാരിക്കുന്നു. വേറൊന്നും നമ്മൾ ചെയ്യുന്നില്ല, മനുഷ്യരൊക്കെ സ്വാർത്ഥമായിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞുപോയ തലമുറയൊന്നും ആരും ആലോചിക്കുന്നില്ല, ഓർക്കുന്നൊന്നുമില്ല. ഇങ്ങനെങ്കിലും
ചെയ്യുന്നതിലൂടെ ഇവരൊക്കെ ഇങ്ങനെ സന്തോഷം കണ്ടെത്തേ, അല്ലെങ്കിൽ ഒരു സംതൃപ്തി ഉണ്ടാവേ. നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ ആൾക്കാരെ പറ്റിയിട്ടൊന്നും വലിയ വിവരമില്ലല്ലോ, ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്, എന്തൊക്കെയാണെന്നുള്ളത്. അടുത്തൊരു ഭാഗത്ത് കുറച്ച് കല്ലുകൾ സംഘടിപ്പിച്ച് വെക്കണം. തിരിച്ച് നമ്മളിവിടെ എത്തി. ഹനുമാൻ മൂർത്തിയൊക്കെ കഴിഞ്ഞു. ശിവൻ്റെയും പാർവതിയുടെയും അമ്പലം അതും എത്തി. എല്ലായിടത്തും ഇവിടുത്തെ ഒരു പ്രത്യേകത നിറച്ച് മണികളാണ്. ഇവിടുന്ന് ആ ചവിട്ടുപടി ഇറങ്ങി വന്ന ചവിട്ടുപടികൾ കാണാം. മുകളിലാണ് അമ്പലം. അങ്ങനെ ഞങ്ങളും വെച്ചു. പൂർവജന്മാർക്ക് വേണ്ടി ഞങ്ങളും ഇത് അപ്പ് വെച്ചു, ഒരു 3-4 കല്ല്. വനദേവിക്കായുള്ള പീഠമാണിത്. വനദേവി പ്രകൃതി മാതാവ് തന്നെയാണ്. പണ്ടുമുതലേ ഭാരതീയർ പ്രകൃതിയെ പരാശക്തിയായി കണക്കാക്കിയിരുന്നു. ഇത്തരം പാറകൾ നിറഞ്ഞ പ്രദേശമാണ് ഇവിടം മുഴുവൻ. ഹിന്ദു ദേവതാ സങ്കല്പങ്ങളിൽ പണ്ട് തൊട്ട് നോക്കുകയാണെങ്കിൽ പ്രകൃതിയാണ് ആരാധിച്ചിട്ടുണ്ടായിരുന്നതെന്ന് കാണാം. അതിൽ സൂര്യചന്ദ്രന്മാരായി, ഗംഗയായി, ആൽമരായി, പിന്നെ ഈ വനദേവി സങ്കല്പങ്ങൾ, ഇതൊക്കെ ഹിന്ദു പുരാണങ്ങളിലും ഹിന്ദു സംസ്കൃതിയിലും നോക്കുകയാണെങ്കിൽ, അതായത് സനാതന സങ്കല്പങ്ങളിൽ ഉള്ളതാണ്. സനാതനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തത്, എന്നും നിലനിൽക്കുന്നത്, അതാണ് സനാതനം. അപ്പം അതിൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നുള്ളതാണ് പണ്ട് തൊട്ടുള്ള ഋഷിമാരും ആ സമൂഹം നമ്മളെ പഠിപ്പിച്ചത്. പ്രകൃതിയെ എതിരിട്ട് ജീവിക്കുക എന്നുള്ളതല്ല, പ്രകൃതിയോടൊപ്പം ജീവിക്കുക. പ്രകൃതി ദുരന്തങ്ങളെ ഇന്നും മനുഷ്യനെ എതിർക്കാൻ സാധിക്കുന്നില്ല. വെള്ളപ്പൊക്കമോ ഇടിമിന്നലോ ഉരുൾപൊട്ടലോ എന്തുണ്ടായാലും, ഭൂമി കുലുക്കം, പിന്നെ അഗ്നിപർവ്വത സ്ഫോടനം, ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ മനുഷ്യൻ മരിക്കുക എന്നല്ലാതെ രക്ഷപ്പെടാനുള്ളൊരു മാർഗമൊന്നും ഇന്നും കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ പ്രകൃതിയോട് സമരസപ്പെട്ട് അതിനെ ആരാധിച്ച് ജീവിക്കുക എന്നുള്ളതാണ് പണ്ട് മുതലുള്ള സന്ദേശം. ഇന്ന് പ്രകൃതിയെ പരമാവധി ചൂഷണം എങ്ങനെ ചെയ്യാമെന്നുള്ളതാണല്ലോ പുതിയ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ വരുന്നത്. അപ്പം അതിലല്ല, പ്രകൃതിയോട് എങ്ങനെ ഒത്തൊരുമിച്ച് ജീവിക്കാം, അപ്പോൾ പ്രകൃതി നമ്മളെ കാത്തോളും എന്നുള്ള വിചാരമായിരിക്കാം എന്നുള്ള ആൾക്കാരൊക്കെ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അത് മുനിമാരെ നമ്മൾ വെറും സന്യാസിമാരായി കാണുന്നതിനെക്കാട്ടിലും അവർക്കിതിനെ പറ്റിയൊക്കെ കൂടുതലായിട്ടുള്ള മുൻകൂട്ടി കണ്ടതുകൊണ്ടായിരിക്കാം. ഒരുതരം സയൻറ്റിസ്റ്റ് തന്നെ ആയിരുന്നല്ലോ. ആയുർവേദവും വാനനിരീക്ഷണം, പൂജ്യം, ഇതൊക്കെ കണ്ടുപിടിക്കാൻ അവർക്ക് സാധിച്ചു. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ജയ് ഹനുമാൻ, ജയ് ഹനുമാൻ, ജയ് ഹനുമാൻ. വാനരന്മാരുടെ ഒരു കൂട്ടം തന്നെ ഉണ്ട് തോന്നുന്നു. അപ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഇവരൊക്കെ പുറത്തിറങ്ങി തുടങ്ങിയത്. അവിടെ അമ്പലത്തിൽ പൂജാരിമാരൊന്നും എത്തിയിട്ടില്ല പൂജയ്ക്കായിട്ട്. അപ്പോൾ അവർ പറഞ്ഞത് കുറ്റിയിട്ടുണ്ടാവും, ചെന്ന് തുറന്ന് ദർശനം നടത്തി തിരിച്ചു പോരുമ്പോൾ കുറ്റിയിട്ടിട്ട് പോകുന്നുള്ളൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴും അവിടെ ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞേൽപ്പിച്ചിട്ടാണ് പോകുന്നത്. നമ്മളെക്കാൾ മുമ്പ് എത്തിയിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ ഞങ്ങളാണ്
ആദ്യമായിട്ട് പോകുന്നത്. 6:15 ഇരുട്ടത്താണ് കയറി വന്നത്. ചെറിയ പേടിയുണ്ടായിരുന്നു, ഇവിടെ വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാവുമോ, ഹിമാലയത്തിൽ പൊതുവെ കാണുന്നതാണ് പുള്ളിപ്പുലിയൊക്കെ, അപ്പം അതൊക്കെ ഉണ്ടാവുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ മുരുകസ്വാമിയെ മനസ്സിൽ സങ്കല്പിച്ച് അങ്ങ് പോന്നു. അതാണല്ലോ മനുഷ്യൻ്റെ ധൈര്യം കിട്ടുന്നതൊക്കെ ഭഗവത് സങ്കല്പങ്ങളിലാണല്ലോ. ഇതൊക്കെ ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ കണ്ടവരാരും ഒന്നും ജീവിച്ചിരിപ്പുണ്ടാവില്ല. ഇപ്പോൾ ഉള്ളവരാരെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചാൽ അതും അറിയില്ല. അപ്പോൾ നമ്മൾക്കിതൊക്കെ ഓരോ അനുഭവങ്ങളാണല്ലോ. ഓരോരുത്തർക്കും അത് അനുഭവം എങ്ങനെ പങ്കുവയ്ക്കാൻ പറ്റും. ഇപ്പോൾ മിഠായി തിന്നുമ്പോൾ മധുരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മധുരം എന്താണെന്നുള്ളത് കഴിച്ചു നോക്കിയാലല്ലേ അറിയുള്ളൂ. അപ്പോൾ ഒരു ഈശ്വര അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതിനുള്ള ഭാഗ്യമൊന്നും നമുക്കിതുവരെ ഉണ്ടായിട്ടില്ല. നമുക്കിങ്ങനെ ഓരോ തോന്നലുണ്ടാവുന്നുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകണം. അപ്പം അങ്ങനെ പല സ്ഥലങ്ങളിലായി പോകുന്നത്. അപ്പോഴാണ് മനസ്സിലിങ്ങനെ ഒരു തോന്നൽ വന്നത്, എന്തുകൊണ്ട് ഒരു വീഡിയോ ആക്കി നാട്ടിൽ നിന്ന് വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്തുകൊണ്ട് ഷെയർ ചെയ്തുകൂടാ എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. എന്താ വെച്ചാൽ മലയാളത്തിൽ ഇതധികം കണ്ടിട്ടില്ല ആൾക്കാർ ഇവിടെ വരുന്നതും ഇതൊക്കെ. അപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടെ നോർത്തിൽ UP-യിൽ തന്നെയാണ് താമസം. പണ്ട് UP-യും ഉത്തരാഖണ്ഡൊക്കെ ഒന്നായിരുന്നല്ലോ. ഇപ്പോൾ വിഭജനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉത്തരാഖണ്ഡ് വേറൊരു സംസ്ഥാനമായി മാറി. ഇത്ര അടുത്ത് UP-യിൽ താമസിച്ചിട്ട് നമ്മൾ ഇതൊന്നും കണ്ടില്ല, അല്ലെങ്കിൽ ഇതൊക്കെ കണ്ട് മറ്റുള്ളവരെ കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അതിൽ വലിയ കാര്യമില്ലല്ലോ. ഇവിടെ ഒരു ഹനുമാൻ സ്വാമി ഇരിക്കുന്നുണ്ട്. പിന്നെ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി പോകുമ്പോൾ ഒരു സന്തോഷം, ഇതിലിറങ്ങാതെ. ഇവിടെ ചുറ്റും കാട് തന്നെയാണ്. ഇവിടെ ദേവദാരു വൃക്ഷങ്ങളല്ല കാണുന്നത്. സാധാരണ ഇങ്ങനെ മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളിലൊക്കെ ദേവദാരു മരങ്ങളാണ് സാധാരണ കാണുന്നത്. പക്ഷെ ഇവിടെ ദേവദാരു മരങ്ങൾ കാണാനില്ല, പകരം ഇത്തരം മരങ്ങളാണ്. ഇപ്രാവശ്യം മഞ്ഞ് വീഴ്ച ഇതുവരെ ഉണ്ടായിട്ടില്ല. മഴ പെയ്യാത്ത കാരണമാണ് മഞ്ഞ് വീഴാത്തത്. അല്ലെങ്കിൽ ഡിസംബറിൽ തന്നെ ഈ വഴിക്ക് വരലത്ര എളുപ്പമുള്ളതാവില്ല. എന്താ വെച്ചാൽ ഇവിടെയൊക്കെ മഞ്ഞ് 3 മീറ്ററൊക്കെ മഞ്ഞ് വീഴും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ എന്നിട്ടും വരുന്ന സാഹസികരായിട്ടുള്ള ആൾക്കാരുണ്ട്. ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഇതിലെ മഞ്ഞ് മൂടി കിടക്കുമ്പോൾ ഈ സ്റ്റെപ്പൊന്നും അറിയുന്നില്ല. പക്ഷെ ആരോ നടന്നു പോയ കാൽപാദങ്ങളിൽ നോക്കി ആ കുഴികളിൽ കാല് വെച്ച് പതുക്കെ 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 കയറി പോയിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾക്ക് താഴത്തുനിന്ന് മുകളിലേക്ക് കയറാൻ, ഇപ്പം ഞാൻ പ്രായമായതുകൊണ്ടാവും, 53 വയസ്സായതുകൊണ്ടാവും എനിക്ക് 1 മണിക്കൂറിന് മുകളിലെടുത്തു. അല്ലെങ്കിൽ 1 മണിക്കൂർ മതി എന്നാണ് പറയുന്നത്. 1.25 മണിക്കൂർ എടുത്തു എനിക്ക് മുകളിൽ കയറാൻ. അതുകൊണ്ട് പിന്നെ അപ്പം കൂടെ ഉണ്ടായിരുന്നല്ലോ, തന്നെയായിരുന്നു വെച്ചാൽ എന്തായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്താ വെച്ചാൽ അണച്ച് തുടങ്ങിയെന്ന് പറഞ്ഞാൽ തോന്നി ഹാർട്ടിപ്പം നിൽക്കുമോ, അതുപോലെ പമ്പ് ചെയ്യുന്ന പോലെയാണ് തോന്നുന്നുണ്ടായിരുന്നത്. അത്ര കുത്തനെയായിട്ടുള്ള കയറ്റങ്ങളുണ്ട്. പക്ഷെ ഇവിടുത്തുകാർ പറയുന്നത് ഇത് വളരെ ഈസി ആയിട്ടുള്ളതെന്നാണ്. അപ്പം ഞാനിതിനു ശേഷം വിചാരിച്ചത് കുറച്ചും കൂടി ദൂരെ ഒരു ചോപ്ത എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമമുണ്ട്. ഇത് കനക്ചൗരി. ചോപ്ത എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഒരു 80 കിലോമീറ്റർ പോയാൽ ചോപ്തയുണ്ട്. ആ ചോപ്തയിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ട്രക്കിങ്ങിൽ തുംഗനാഥ ക്ഷേത്രമുണ്ട്, ശിവക്ഷേത്രം. ഏറ്റവും ഉയരത്തിലുള്ള ലോകത്തിൽ തന്നെ ശിവക്ഷേത്രങ്ങളിലുള്ളതാണത്. ഏറ്റവും ഉയരം കൂടുതൽ അവിടെയാണ്. അതിൽ പോകണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇതിലും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ പോകാനുള്ള ധൈര്യം തോന്നുന്നില്ല. ഇവിടുന്ന് ബാക്കി രുദ്രപ്രയാഗും ദേവപ്രയാഗമൊക്കെ കണ്ട് തിരിച്ചു പോകാമെന്നാണ് വിചാരിക്കുന്നത്. ലീവും അതുപോലെ തന്നെയാണ്. ചവിട്ടുപടികൾ ഇറങ്ങി ഇടയ്ക്കുള്ള ബേസ് ക്യാമ്പിലെത്തി. ക്ഷേത്രത്തിലെ പൂജാരി താമസിക്കുന്ന സ്ഥലമാണിത്. അന്നദാനം നടത്തുന്നതും ഇവിടെയാണ്. പൂജാരി ഉത്തരാഖണ്ഡുകാരൻ തന്നെയാണ്.
പുരാശ്രേഷ്ഠ മയൂരോപ്രിയ വാഹനം കല്യാണം കുരുമേദേവ വരദോ ഭവ ഗൗരീ നന്ദനം. തണുപ്പുള്ള സ്ഥലങ്ങളിലെ ശ്വാനന്മാരെല്ലാം ഇതുപോലെ രോമം നിറഞ്ഞവരാണ്. നല്ല ഇണക്കമുണ്ട്. ഇവിടെ ഇങ്ങനെ കുറേ ആൾക്കാർ ഇതിൻ്റെ മുകളിൽ താമസിക്കുന്നുണ്ട് ഫാമിലി ആയിട്ട്. ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന തൊഴിലാളി കുടുംബങ്ങളാണ്. ഇവർ തന്നെയാണ് ഇവിടെ ഭക്ഷണശാലകളും അല്ലറ ചില്ലറ വിൽപ്പനകളും നടത്തുന്നത്. ഇതൊരു മഴവെള്ള സംഭരണിയുടെ ഭാഗമാണ്. രുദ്രാക്ഷം, ക്രിസ്റ്റൽ, ചന്ദനം, തുളസി അങ്ങനെ പലതരം മാലകൾ വിൽക്കുന്നവരാണ്. ഞങ്ങളും 1-2 സാധനങ്ങൾ വാങ്ങി. വലിയ വിലയൊന്നുമില്ല. കുടുംബത്തിന്റെ വരുമാനത്തിൽ ഈ സ്ത്രീകളും അവരുടെ പങ്കു നിർവഹിക്കുന്നു. ഇവിടെ മുകളിൽ തന്നെ താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. നല്ല വൃത്തിയും വലുപ്പവുമുള്ള മുറികളാണ്. 6 പേർക്ക് 2500 രൂപയേ വരും. തിരിച്ചു പോരുകയാണ്. ഇവിടെ വന്ന ഒരു പ്രത്യേകത എന്ന് പറയണമെങ്കിൽ നമ്മൾ ഇത്രയും ദൂരം കുത്തിനുള്ള കയറ്റവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഒരു വിഷമം തോന്നുന്നുണ്ട്. ഇത്രയും ദൂരം വന്നാലേ എന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷേ തിരിച്ചു പോയി ഇനി വേറെയും സ്ഥലങ്ങളിൽ പോകാനുണ്ട്. അതുകൊണ്ട് നിർത്തിയില്ല. ഇനി ഇവിടെ വരണം എന്നുള്ള താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. ഇനിയും വരണം ഇങ്ങോട്ട്. ബസ് സർവീസൊക്കെ ഉള്ളതുകൊണ്ട് അതും ചെയ്യാവുന്നതാണ്. പിന്നെ അത് കൂടാതെ പിന്നെയുള്ളൊരു സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ടാക്സി ഇങ്ങനെയുള്ള അല്ലെങ്കിൽ വാൻ ബുക്ക് ചെയ്തിട്ടും നമുക്ക് വരാവുന്നതാണ്. കാലത്ത് മല കയറി വരുമ്പോൾ തന്നെ ഈ സന്യാസിയെ കണ്ടിരുന്നു. ജടാധാരിയായ സന്യാസി. പല സ്ഥലങ്ങളും കറങ്ങി അവസാനം ഇവിടെ എത്തിയിരിക്കുകയാണ്. കുറച്ചു കാലമായി ഇവിടെയാണ്. ഏതോ നിയോഗം പോലെ ഗുരുക്കന്മാരുടെ നിർദ്ദേശപ്രകാരം തപസ്സനുഷ്ഠിക്കുന്ന ആളാണ്. സന്യാസിമാർ പൊതുവെ ലോക കല്യാണത്തിനായാണ് തപസ് ചെയ്യുന്നത്. ഇവിടുത്തെ കൊടും തണുപ്പിൽ ഒറ്റയ്ക്ക് കഴിയുന്ന ഇവരുടെ മനസ്സിന്റെ ദൃഢത അപാരം തന്നെ. ഇദ്ദേഹവുമായി 1 മണിക്കൂറിലധികം സംസാരിച്ചിരുന്നു. സമയം പോകുന്നത് അറിയുകയേയില്ല. മുജ്ജന്മ സുഹൃതങ്ങളാലാണ് ഒരാൾ ഇങ്ങനെ സർവസംഘ പരിത്യാഗിയായി മോക്ഷലക്ഷ്യവുമായി നടക്കുന്നത്. അപ്പോൾ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ബാബാജിയായിട്ട് ഏകദേശം ഒരു 1 മണിക്കൂറോളം സംസാരിച്ചു. പല കഥകളും ആൾ പറഞ്ഞു തന്നു. അപ്പോൾ ആൾക്കൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നത്, ആൾക്കവിടെ ഇപ്പോൾ തുറന്ന സ്ഥലത്ത് ആളിങ്ങനെ കിടന്നുറങ്ങാണ്. ഇവിടെ റൂമിനകത്ത് കിടക്കുമ്പോൾ തന്നെ തണുത്ത് മരവിക്കുന്ന പോലെയാണ്. അത് സന്യാസി ആയതുകൊണ്ടായിരിക്കാം അവിടെ ശരീരത്തിനുള്ള പവറൊക്കെ കിട്ടി കാണണം. തുറന്ന സ്ഥലത്ത് ഒരു കമ്പിളി മാത്രം പൊതിച്ചാണ് ആൾ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നത്.
ഞങ്ങൾ വരുന്ന നേരത്ത്. അപ്പോൾ ആളുടെ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നത് അവിടെ ഒരു ചെറിയ കുടിൽ പോലെ, ഇത് വനവിഭാഗത്തിൻ്റെ അണ്ടറിലാണ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ്. അത് ഇവിടെ ഒരെണ്ണം കെട്ടാനുള്ളൊരു വ്യവസ്ഥ ഉണ്ടാക്കുകയാണെങ്കിൽ ആൾക്കത് നന്നായിരിക്കും എന്നുള്ള രീതിയിലൊരു റിക്വസ്റ്റ് പറഞ്ഞു. അത് പറ്റുമെന്ന് നോക്കണം, നമ്മുടെ സുഹൃത്തുക്കൾ വഴി വല്ലതും പറ്റുമെന്നുള്ളത്. അങ്ങനെ തിരിച്ചു പോവുകയാണ്. ഇതാണിപ്പോൾ വഴി. ഇതിലാണ് കാലത്ത് കയറി വന്നിട്ടുണ്ടായിരുന്നത്. താഴത്തേക്ക് പതുക്കെ പതുക്കെ പോവുകയാണ്. നല്ല ശാന്തമായ അന്തരീക്ഷമാണ്. ഇവിടുന്ന് താഴെ ഗ്രാമങ്ങളൊക്കെ കാണാം. ഭംഗിയായിട്ടുണ്ട്. മൂടൽ മഞ്ഞുള്ള കാരണം അപ്പുറത്തെ മലനിരകളൊന്നും കാണാനില്ല. മുകളിൽ ഹിമാലയത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇനി ഈ കയറ്റം കയറി വേണം തിരിച്ച് താഴത്തേക്ക് ഇറങ്ങാൻ. കയറി ഇറങ്ങിയാണ് വഴി. ഇവിടെ നിരപ്പായി. ആ മുകളിൽ കാണുന്ന മലയുടെ മുകളിലായിരുന്നു നമ്മളിപ്പോൾ ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. അവിടുത്തെ ചവിട്ടുപടികളൊക്കെയാണ് ദൂരെ കാണുന്നത്. ഇവിടെ നോക്കിയാലും ചൗകമ്പ കാണാം. ദേ മഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന ചൗകമ്പ നിരകളാണ്. ഇവിടേക്കൊക്കെ ആൾക്കാർ പോകുന്നുണ്ട് ട്രക്കിങ്ങിനൊക്കെ ആയിട്ട്. പർവ്വതാരോഹകരൊക്കെ പോകുന്നൊരു പീക്കാണ് ചൗകമ്പ പീക്ക്. നെറ്റിൽ നോക്കിയാൽ അതിൻ്റെയൊക്കെ ഡിസ്ക്രിപ്ഷൻ കാണാം. മുകളിൽ പോയാലുള്ള കാഴ്ച അതിമനോഹരമാണ്. 360 ഡിഗ്രിയിൽ അങ്ങനെ ചെരിഞ്ഞ് ചുറ്റുമായി കാണാം കാഴ്ച. ഇവിടെ ഇപ്പോൾ ഒരേപോലെയുള്ള സമതലമായിട്ടുള്ള റോഡാണ്. വലിയ അണയ്ക്കാനൊന്നുമില്ല, സുഖമായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെയൊക്കെ തീ കാഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു ആൾക്കാർ. ഇതുപോലുള്ളതാണ് കാട്. ഈയൊരു പാത തന്നെയുള്ളൂ നടക്കാനായിട്ട്. ഇതിലെ ഇവർ പറയുന്നുണ്ടായിരുന്നു താഴത്തുനിന്ന് കുതിരപ്പുറത്ത് കൊണ്ടുവരുമെന്നുള്ള അതിനുള്ള വ്യവസ്ഥയുണ്ടെന്നാണ് പറഞ്ഞത്. അതുപോലെ സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഓട്ടർ അതും കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ അമ്പലത്തിൻ്റെ മുകളിൽ കണ്ടില്ലേ താമസിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണിച്ചു. അവിടെ താമസിക്കാൻ വേണ്ടി വരുന്നവർക്ക് സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ എത്തണമല്ലോ. അപ്പോൾ അതിന് പോണി പോലെയുള്ളതുണ്ട്. ചുമട്ടുകാർ അവിടെ നിന്ന് അറേഞ്ച് ചെയ്താൽ കിട്ടും. അതല്ലെങ്കിൽ താഴെ ഞങ്ങളെടുത്ത പോലെ റൂം എടുത്തതിന് ശേഷം മുകളിലേക്ക് വരാം. പിന്നെ ആർക്കെങ്കിലും ഇവിടെ മുകളിലൊന്ന് തങ്ങണം എന്നുണ്ടെങ്കിൽ അതും ആവാം. റൂം എടുത്തിട്ട് 6 പേർക്ക് 8 പേർക്ക് അങ്ങനെയുള്ള റൂമിലെ സൗകര്യങ്ങളാണ്. 3 ബെഡ് കാണാനുണ്ട്. ഹോൾ അറേഞ്ച്മെൻറ്റും ചെയ്തു തരും എന്നാണ് പറഞ്ഞത് ഒരു ഹാളിൽ തന്നെ. അപ്പോൾ അതിന് 1500, 2000, 2500 അങ്ങനെ പല ചാർജസാണ് അവരെടുക്കുന്നത്.
പിന്നെ ഭക്ഷണം അതും അവിടെ തന്നെ പാചകം ചെയ്ത് കിട്ടും. അതുകൊണ്ട് അതിനും ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സൗത്തിലെ ഭക്ഷണമല്ല, ഇവിടെ നോർത്ത് ഇന്ത്യൻ ഫുഡായിരിക്കുന്നു മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതല്ല, നമ്മളിപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഭക്ഷണം കഴിക്കണേക്കാട്ടിലും ഇവരുടെ ഭക്ഷണം കഴിക്കുക തന്നെയാണ് നല്ലത്. ഈ തണുപ്പിനെ പ്രതിരോധിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഇലക്കറികളും അതൊക്കെ ചേർത്തിട്ടാണ് ഇവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ തന്നെ താഴെ ഡൽഹി യു പിയിലൊക്കെ കടുകിൻ്റെ ഇല, അങ്ങനെ പല ഇലകളും ഈ സമയത്ത് വരുന്നുണ്ട്. മുള്ളങ്കി, അതൊക്കെ തണുപ്പിന് പറ്റിയ സാധനങ്ങളാണ്. മുള്ളങ്കിയൊക്കെ പച്ചയ്ക്ക് കഴിക്കും ഇവർ, സലാഡ് പോലെ. അതെ, ഇവിടെയും വരുന്നവർക്ക് വന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ, മരങ്ങളിലൊക്കെ ആൾക്കാർ കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതാണ്. വളകളൊക്കെ ഞാത്തി കിട്ടുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഓരോ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മളിപ്പോൾ ഇവിടെ പൊട്ട് തൊട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ആരാധനയുടെ ഭാഗമായി. അപ്പം അതിനൊക്കെ നമ്മൾ എന്താണ് ഇതിൻ്റെ പിന്നിൽ എന്ന് ചോദിച്ചാൽ ഓരോ വിശ്വാസങ്ങളാണല്ലോ മനുഷ്യൻ്റെ ജീവിതത്തിനെ തന്നെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഓരോ വിശ്വാസങ്ങൾ. ബൈബിള് വിശ്വസിക്കുന്നവരാണെങ്കിൽ അതിലും പറയുന്നുണ്ടല്ലോ യേശു ക്രിസ്തു, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. അതും ഇതുപോലെ തന്നെയാണ്. ബുദ്ധൻ്റെ കാര്യത്തിലെടുക്കുകയാണെങ്കിലും ബുദ്ധന് തന്നെയാണ് പറഞ്ഞത്. ഇവിടെയും പറഞ്ഞിട്ടുള്ളത് ധർമ്മോ രക്ഷതി രക്ഷിത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ധർമ്മം, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് നമ്മളെയൊക്കെ രക്ഷിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കർമ്മങ്ങളിലൂന്നി ജീവിക്കുക എന്നുള്ളത് ഭഗവത്ഗീതയിലൂടെ കൃഷ്ണൻ്റെ അവതാരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജീവിതം എങ്ങനെ വേണമെന്നുള്ളത് അവനവൻ തന്നെ തീരുമാനിക്കണം. അതിൻ്റെ ഫലം അതുപോലെ തന്നെ ആയിരിക്കും. കൃഷ്ണാവതാരത്തിൽ കാണിക്കുന്നുണ്ടല്ലോ, രാമൻ ബാലി ഒളിയുമ്പോൾ ഇത് ചെയ്ത് കൊന്നു എന്നുള്ളതുകൊണ്ട് രാമൻ അവതാരമായിട്ട് പോലും അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. കൃഷ്ണാവതാരത്തിൽ ജര എന്ന വേടനായിട്ട് വന്ന് അമ്പെയ്ത് കൊല്ലുകയാണ് കൃഷ്ണനെ. അപ്പോൾ അതിനും കാണിക്കുന്നത് ഇത് തന്നെയാണ്. ആരായാലും എന്ത് ഉന്നതനായാലും ദൈവത്തിൻ്റെ അവതാരമായ പോലും കർമ്മങ്ങൾ എങ്ങനെയാണ്, കർമ്മത്തിൻ്റെ ഫലമാണ് അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ കൃഷ്ണൻ ചോദിക്കുന്നുണ്ടല്ലോ, കൃഷ്ണനോട് അർജുനൻ ചോദിക്കുന്നുണ്ടല്ലോ യുദ്ധത്തിൻ്റെ സമയത്ത്, ഇതൊക്കെ എന്താണ് ഈ കാണുന്നത്? അപ്പോൾ അർജുനന് കൃഷ്ണൻ ഉപദേശിക്കുന്നത് ഇതാണ്, ഇതെന്താണ് ലോകത്ത് മുഴുവൻ കാണുന്നത് കർമ്മവും കർമ്മഫലവും മാത്രമാണ്, വേറൊന്നുമല്ല എന്ന് പറയുന്നുണ്ട്. സയൻസിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, എവരി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതായത് എന്താണ്, നമ്മൾ കോസ് ആൻഡ് ഇഫക്റ്റ്, ഒരു കോസ് ഉണ്ടായാൽ അതിനൊരു ഇഫക്റ്റ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ ശ്രദ്ധിച്ചു പോവുക, അതുമാത്രം തന്നെ മനുഷ്യന് ചെയ്യാനുള്ളൂ. നടന്ന് ഏകദേശം പകുതി വഴിയെത്തിയെന്ന് തോന്നുന്നു. ഇവിടെ ഇത്തിരി ഒരു തുറന്ന സ്ഥലമാണ്, പണ്ടത്തെ മരങ്ങളും. ജയ് കാർത്തികേയജി, ജയ് ജയ് കാർത്തികേയജി. കുതിരകൾ വരുന്നുണ്ടല്ലേ, തോണിയ സാധനങ്ങളൊക്കെ ആയിട്ട്. 4 കാലിലല്ലേ അത് പൊക്കോട്ടെ. സ്ട്രോങ്. വഴിക്ക് ഡൽഹിയിൽ നിന്നുള്ള കുറച്ചുപേരെ കണ്ടുമുട്ടി. ട്രക്കിംഗ് ഒരു ഹോബിയായി കൊണ്ടു നടക്കുന്നവർ. പല മലമുകളിലെ ക്ഷേത്രങ്ങളിലും അവർ പോയിട്ടുണ്ട്. പഞ്ചകൈലാസങ്ങളിലെ 3 അവർ പോയി കഴിഞ്ഞു. വളരെ കഠിനമായ യാത്രയാണ് പലതും. 3-4 ദിവസങ്ങൾ ക്യാമ്പ് ചെയ്തു വേണം അവിടങ്ങളിലെത്താൻ. ഒപ്പം നല്ല ശാരീരിക ക്ഷമതയും. താഴെയെത്താൻ ഇനി അധിക ദൂരമില്ല.
अभी हम पहुंच गए, हम यहाँ रहते हैं इसमें। हाँ हाँ हम लोग ऊपर ही रुके थे। अच्छा ऊपर, हाँ वहाँ रुक के इसके लिए बैग। ठीक है जी, नमस्ते। जय कार्तिक। नमस्ते नमस्ते, फिर मिलेंगे कभी। हाँ 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 जरूर जरूर। ഇതൊരു ഒബ്സർവേറ്ററിയാണ്. ഇത് അടച്ചിട്ടിരിക്കുക എന്നാണ് പറയുന്നത്. അയാൾ ഡൽഹിക്കാരനാണ്, അവിടെ പോയിരിക്കുകയാണ്. ഇയാൾ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. ഇത് വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ്. ഇത് ഈ തട്ടിൻ്റെ മുകൾ ഭാഗം വാടകയ്ക്ക് എടുത്തിട്ട് ആളിത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലിങ്ങനെ സ്ലൈഡിങ് ഡോറാണ്. സ്ലൈഡ് ചെയ്ത് ഇപ്പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് തുറന്ന് അതിനുള്ളിൽ കൂടെ ടെലിസ്കോപ്പ് വെച്ച് ഇവിടെ വൈകുന്നേരമായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നക്ഷത്രമൊക്കെ നല്ല ക്ലിയർ ആയിട്ടുള്ള ആകാശത്തിൽ നല്ല നക്ഷത്രവും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒബ്സർവേറ്ററിയാണ് ഇത്. ഇപ്പോൾ ഇന്ന് വർക്കിംഗ് അല്ല. ഡെയിലി 4 സ്കൈ ഷോസ്, 2 ഡേ ആൻഡ് 2 നൈറ്റ്. താഴെ കാണുന്നതാണ് ഉള്ളിലേക്ക് കയറാനുള്ള കവാടം. ശരിക്കും അവിടെ നിന്ന് അങ്ങനെ കയറിയാണ് മുകളിലേക്ക് കയറി പോകുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ താമസമായ കാരണം ഇവിടെയാണുള്ളത്. ഈ വഴി ഇതിങ്ങനെ മുകളിലേക്ക് പിന്നെയും പോകുന്നുണ്ട്. ഇതിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ചന്ദ്രശില, തുങ്കനാട് അവിടേക്കൊക്കെ പോകുന്ന വഴിയാണിത്. ചോപ്ത എന്ന് പറയും. അവിടെ പോയിട്ട് പോകണം. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു പോകണം. ഇവിടെ നിന്ന് കാണാനുണ്ട് ചൗകമ്പ. മഞ്ഞാണ് മുകളിൽ മുഴുവൻ. നടന്നു വന്ന് ഒരുപ്പാണ്. എല്ലാ ഉയരങ്ങളിലുള്ള പ്രധാന ഭക്ഷണമാണ് ഇപ്പോൾ മാഗി. പക്ഷെ ഇത് മൈദ കൊണ്ടുണ്ടാക്കുന്നതുകൊണ്ട് ദഹിക്കാൻ കുറച്ച് സമയമെടുക്കും, ശരീരത്തിൽ കിടക്കും. അപ്പോൾ ക്ഷീണം കാര്യങ്ങളൊന്നും അങ്ങനെ ആവില്ല. ഈ മൈദയുടെ ഉദ്ഭവം തന്നെ അമേരിക്ക പോലെയുള്ള സ്ഥലങ്ങളിൽ, തണുപ്പുള്ള സ്ഥലത്തു നിന്നാണല്ലോ. അപ്പോൾ ഭക്ഷണം കഴിക്കട്ടെ. ഗർമാഗരം മാഗി. മുകളിൽ കണ്ട പട്ടിയുടെ അതേ ഡിറ്റ പോലെ വേറൊരെണ്ണം കൂടെ. കുറച്ച് ബുദ്ധിമുട്ടുള്ള യാത്രയാണ്. എങ്കിലും കഴിയുമെങ്കിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരേണ്ട സ്ഥലമാണ് കനച്ചൗരിയും കാർത്തിക് സ്വാമി ക്ഷേത്രവും. നിറഞ്ഞ മനസ്സോടെയാണ് മടക്കം. ഇനി രുദ്രപ്രയാഗ്.